നമ്മുടെ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ സൂപ്പർ കപ്പ് തുടങ്ങാൻ ഇനി കുറച്ച് ദിവസങ്ങളുടെ കാത്തിരിപ്പ് മാത്രമാണ് ബാക്കിയുള്ളത്. ഏകദേശം 6 ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ സൂപ്പർ കപ്പിന് തുടക്കമാകും. ഈ മാസം 20-നായിരിക്കും സൂപ്പർ കപ്പിന് തുടക്കമാവുക. 20-ാം തീയതി 2 മത്സരങ്ങളായിരിക്കും സൂപ്പർ കപ്പിൽ നടക്കുക. അന്ന് വൈകിട്ട് 4:30-ക്കാണ് ബ്ലാസ്റ്റേഴ്സും അതുപോലെ തന്നെ ഈസ്റ്റ് ബംഗാളും തമ്മിലുള്ള പോരാട്ടം നടക്കുന്നത്. ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരമാണ് ഇത്തവണ സൂപ്പർ കപ്പിലെ ആദ്യ മത്സരം. എന്തായാലും ആദ്യ മത്സരം വിജയിച്ചുകൊണ്ട് ക്വാർട്ടർ ഫൈനലിലേക്ക് ബ്ലാസ്റ്റേഴ്സിന് കടക്കാൻ സാധിക്കും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ മുഴുവൻ ഇപ്പോൾ നിലവിൽ കാത്തിരിക്കുന്നത്. എന്തായാലും ഒരു മേജർ ട്രോഫി പോലും ഇല്ലാത്ത ഒരേ ഒരു ഐഎസ്എൽ ക്ലബ്ബ് അത് ബ്ലാസ്റ്റേഴ്സ് മാത്രമാണ്. അത് ഈ സൂപ്പർ കപ്പിലൂടെ ആ നാണക്കേട് ബ്ലാസ്റ്റേഴ്സിന് മാറ്റാൻ സാധിക്കുമെന്നാണ് നിലവിൽ പ്രതീക്ഷിക്കുന്നത്. കൂടാതെ പുതിയ പരിശീലകനായ ഡേവിഡ് കാറ്റിലയുടെ കീഴിലായിരിക്കും ബ്ലാസ്റ്റേഴ്സ് സൂപ്പർ കപ്പിന് ഇറങ്ങുക. അതുകൊണ്ട് തന്നെ പുതിയ പ്രതീക്ഷകളാണ് ഇപ്പോൾ നമുക്ക് വേണ്ടത്. എന്തായാലും സൂപ്പർ കപ്പിൽ ഒരു മേജർ ട്രോഫി ബ്ലാസ്റ്റേഴ്സ് നേടിയെടുക്കുമെന്നുള്ള പ്രതീക്ഷയിൽ നമുക്ക് കാത്തിരിക്കാം. എന്തായാലും ബ്ലാസ്റ്റേഴ്സ് ഈസ്റ്റ് ബംഗാളിനെതിരെ ഇറങ്ങാൻ സാധ്യതയുള്ള ഒരു പോസിബിൾ ലൈനപ്പാണ് ഇവിടെ നമ്മൾ പരിശോധിക്കാനായിട്ട് പോകുന്നത്. അതിനുമുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം 80% പേരും ചാനൽ ഇതുവരെയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ഇടില്ല. അതുകൊണ്ട് തന്നെ ദയവായി എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വീഡിയോയുടെ തന്നെ കടക്കാം. എന്തായാലും ഇത്തവണ സൂപ്പർ കപ്പിൽ 6 വിദേശ താരങ്ങളെയാണ് ഇറക്കാനായിട്ട് സാധിക്കുക. എന്തായാലും 6 വിദേശ താരങ്ങളെ ഈ പോസിബിൾ ലൈനപ്പിൽ നമ്മളിപ്പോൾ നിലവിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ലൈനപ്പിലേക്ക് തന്നെ കടക്കാം. എന്തായാലും ഗോൾ കീപ്പറായി നമ്മൾ സച്ചിൻ സുരേഷിനെയാണ് പ്രതീക്ഷിക്കുന്നത്. സച്ചിൻ സുരേഷ് ഇപ്പോൾ പരിക്കുമാറി തിരികെ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ സച്ചിൻ സുരേഷിനെ അവിടെ ഗോൾ കീപ്പറായി പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ഡിഫൻസിലേക്ക് പോകുമ്പോൾ നമുക്ക് 2 സെന്റർ ബാക്കുകളായ മിലോസിനെയും അതുപോലെ തന്നെ ദുസാൻ ലഗാത്തോറിനെയും തന്നെ അവിടെ നിലവിൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ റൈറ്റ് ബാക്കിലേക്ക് പോകുമ്പോൾ ഐബാൻ ഡോഹ്ലിങ്ങും ലെഫ്റ്റ് ബാക്കിലേക്ക് എത്തുമ്പോൾ നമുക്ക് നവോച്ച സിംഗിനെയും പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ 2 ഡിഫൻസീവ് മിഡ്ഫീൽഡേഴ്സായി നമുക്ക് പ്രതീക്ഷിക്കാവുന്ന 2 താരങ്ങളാണ് വിപിൻ മോഹനനും അതുപോലെ തന്നെ ക്യാപ്റ്റൻ എഡ്രിയാൻ ലോണയും. അതുപോലെ തന്നെ ഇനി മുന്നേറ്റ നിരയിലേക്ക് പോകുമ്പോൾ ഇടത് വിങ്ങിൽ നോവാസദോയും അതുപോലെ തന്നെ വലത് വിങ്ങിലേക്ക് പോകുമ്പോൾ നമുക്ക് അവിടെ മുഹമ്മദ് ഐമനെ പ്രതീക്ഷിക്കാം. കാരണം കോറു സിംഗ് സൂപ്പർ കപ്പ് കളിക്കുമെന്നത് ഇപ്പോഴും വ്യക്തമല്ല. കാരണം ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ ക്യാമ്പിൽ അദ്ദേഹം ഇപ്പോഴും നിലവിലില്ല. സൂപ്പർ കപ്പിൽ അദ്ദേഹം കളിക്കാനുള്ള സാധ്യതയും കുറവാണെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് മുഹമ്മദ് ഐമനെ അവിടെ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ റോളിൽ നമുക്ക് പെപ്രയെ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ മുന്നേറ്റ നിരയിലേക്ക് പോകുമ്പോൾ നമുക്ക് ജീസസ് ജിമിനസിനെയും പ്രതീക്ഷിക്കാം. എന്തായാലും ഇങ്ങനത്തെ ലൈനപ്പിലായിരിക്കും ബ്ലാസ്റ്റേഴ്സ് സൂപ്പർ കപ്പിൽ ഈസ്റ്റ് ബംഗാളിനെതിരെ ഇറങ്ങാനുള്ള സാധ്യതകൾ നിലവിൽ നമ്മൾ കാണുന്നത്. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈനപ്പ് എന്തായാലും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്തൊരു അപ്ഡേറ്റുമായി കാണുന്നവരേക്കും ബൈ ബൈ.